ഈ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വലിയ സംസാരമൊന്നും ഉണ്ടായില്ല. ചുരുക്കം ചില വാക്കുകൾ മാത്രമാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പക്ഷേ ചോദ്യങ്ങളും കൂടുതലായിട്ട് മാധ്യമങ്ങളിൽ നിന്ന് സ്വീകരിച്ചില്ല. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് ചോദിച്ചതായിരുന്നു. രാഹുൽ ഇന്ന് പത്മജ വേണുഗോപാലിനെ കുറിച്ച് നടത്തിയ പരാമർശം, അത് പത്മജ അതിന് മറുപടി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം മുഴുവൻ സമയം ഉണ്ടാകില്ല, അദ്ദേഹം ക്ഷീണിതനാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം 4ാം ദിവസമാണിന്ന്, നിരാഹാര സമരം. അതിനിടെയാണ് രാഹുൽ വന്നിരിക്കുന്നത്. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജ ഇന്ന് പറഞ്ഞത് രാഹുലല്ലേ അക്കാര്യം പറഞ്ഞത് എന്നെക്കുറിച്ച്, കെ കരുണാകരനുമായി ബന്ധപ്പെടുത്തിയുള്ള ആ പരാമർശം, TV ചാനലുകളിലൂടെ ആളായതാണ് രാഹുൽ, അതല്ലാതെ എന്താണുള്ളത് എന്നുള്ള മറുചോദ്യമാണ് അവർ ഉന്നയിച്ചത്. താങ്കളുടെ മറുപടി. BJP വക്താവ് കൂടിയായ ശ്രീ ഗോപാലകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ട്. രാഹുൽ പറഞ്ഞല്ലോ, ഈ പത്മജ വേണുഗോപാലിനെ റോഡിലിറങ്ങി നടക്കാൻ അനുവദിക്കില്ല കെ കരുണാകരൻ്റെ പേര് പറഞ്ഞാൽ, വേണമെങ്കിൽ രാഹുലിൻ്റെ വീട്ടിൽ കയറാനും BJPക്കാർ മടിക്കില്ല എന്ന്. ശ്രീ രാഹുൽ, ഞാൻ ചാനൽ ചർച്ചയിലൂടെ വന്ന ആളായാലും, ഞാൻ KSUയിലൂടെ വന്ന ആളായാലും, ഞാൻ എങ്ങനെയൊക്കെ വന്ന ആളായാലും, ഞാൻ ഇന്നലെ എവിടെയായിരുന്നു ഇന്നും അവിടെ തന്നെയാണ്, നാളെയും അവിടെ തന്നെയാണ്. ഞാൻ ഈ ഒരു നേതാവാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകനാണ്. ഞാൻ എല്ലാ കാലത്തും ലീഡറുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെയായിരിക്കും. അതിനകത്തൊരു മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി അടിക്കടി മാറുന്ന, ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ ഒരു രാത്രി കൊണ്ടൊക്കെ പാർട്ടി മാറുന്ന പത്മജ വേണുഗോപാൽ ഞാനെന്ന കോൺഗ്രസ് പ്രവർത്തകനെ അളക്കാൻ ഒരു തരത്തിലും യോഗ്യമല്ല എന്ന് മാത്രമേ ആ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളൂ. ബാക്കിയുള്ള പറഞ്ഞ ആളുകളുടെ BJP നേതാക്കന്മാരുടെ വിമർശനത്തൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേരുന്നു എന്ന വിവരം ഈ സാധു മനുഷ്യൻ അറിഞ്ഞത് തന്നെ ഫ്ലാഷ് ന്യൂസ് വരുമ്പോഴാണ്. ഇന്നലെ എനിക്ക് അടുപ്പമുള്ളൊരു മാധ്യമപ്രവർത്തകൻ, സുരേന്ദ്രനുമായി നല്ല അടുപ്പമുള്ള ഒരാൾ, അയാൾ ഈ സുരേന്ദ്രനെ വൈകുന്നേരം വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഫേക്ക് ന്യൂസാണ്, അങ്ങനത്തെ സംഭവത്തെപ്പറ്റി അറിഞ്ഞിട്ടേ ഇല്ല എന്ന്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കേരളത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരാരും അറിഞ്ഞിട്ട് പോലും ഈ പത്മജ വേണുഗോപാൽ പാർട്ടി മാറി അവരുടെ പാർട്ടിയിൽ ചേർന്നു. അപ്പോൾ അവരുടെ പാർട്ടി പോലും ഒരു വില കൊടുക്കാത്ത ആളുകൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ട് ആളാക്കാനൊന്നുമില്ല. അവർ അങ്ങനെ മറുപടി പറഞ്ഞാൽ, ഇപ്പോൾ താങ്കളുടെ ഒരു ചോദ്യമായിട്ട് ചില BJP നേതാക്കന്മാരുടെ പേരൊക്കെ വന്നല്ലോ, അങ്ങനെ അവരൊരു പ്രസക്തി ഉണ്ടാക്കുന്നുണ്ടാക്കുന്നത് നമുക്ക് വരാതില്ല. പക്ഷേ ഞാനതിനൊന്നും മറുപടി പറയാനായിട്ടില്ല. എന്തായാലും ലീഡറുടെ പാരമ്പര്യം, അതിനകത്ത് ഉറച്ചു ലീഡറുടെ പാരമ്പര്യം ഇത് കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. ഇന്ന് ശ്രീ K മുരളീധരൻ പറഞ്ഞൊരു വാചകം, ഒരു വോട്ടിൻ്റെ പോലും പ്രയോജനം പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നതിലൂടെ BJPക്കായില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നതിലൂടെ BJPക്ക് ആകെയുള്ള പ്രയോജനം ഒരു വോട്ടിൻ്റേതാണ്, അത് പത്മജയുടേതാണ്. സ്വന്തം അഡ്മിന് പോലും അവരുടെ കൂടെ പോയിട്ടില്ല എന്ന് കുറച്ച് മുൻപ് അവരുടെ പോസ്റ്റിലൂടെ അഡ്മിൻ്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് സ്വന്തം ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിനെ പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത ആൾ നമുക്കൊക്കെ എതിരായിട്ട് വിമർശനം പറയുന്നതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. അതിനെ ഞാനതൊരു തമാശയായിട്ട് കാണുന്നുള്ളൂ. പിന്നെ ഞാൻ ഇന്ന് ഈ പത്മജ വേണുഗോപാൽ ഇന്നെതിരെ വിമർശനം നടത്തുമ്പോൾ പോലും തെരുവിൽ ഒരു നിരാഹാര സമരത്തിൻ്റെ 4ാം ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് നീതിയുടെ വീട്ടിലൊരു നിരാഹാര സമരത്തിലാണ്. അതൊന്നും പത്മജയ്ക്ക് നിരാഹാരം എന്താണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് സമരം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഞാൻ ഇന്നലെ വരെ ഈ പാർട്ടിയോടൊപ്പം നിന്നൊരാളെ ആ തരത്തിൽ അധിക്ഷേപിക്കുന്നതിനകത്ത് കാര്യമില്ല, ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും കേരളത്തിലെ ലീഡർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള, ലീഡർക്ക് വേണ്ടി ചുവരെഴുതിയിട്ടുള്ള, ലീഡർ പറഞ്ഞപ്പോൾ സമരം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിനായ കോടിക്കണക്കിനായ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർ പത്മജയോട് ഉറക്കില്ല. വടകരയിൽ വലിയ വോട്ടിൻ്റെ വിജയത്തിലൂടെ കെ കരുണാകരൻ്റെ പ്രതികാരം, പത്മജയോടുള്ള പ്രതികാരം അത് ഉണ്ടാകും. വടകരയിലെ വലിയ ഭൂരിപക്ഷം അത് തെളിയിക്കും. നമുക്ക് ആ ദിവസങ്ങളായി